നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസ്. അപ്പോൾ ഇത് സാധാരണ ഫ്രൈസിനെക്കാട്ടിൽ ഹെൽത്തിയുമാണ്, അതേപോലെ നല്ല രുചിയുമാണ്. അപ്പൊ എല്ലാരും ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടമാവാന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതെല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈസ് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് നല്ല ക്രിസ്പിയുമാണ്, എന്നാൽ ഉള്ളിലേക്ക് ഒരു ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈസ് ആണ്. അതേപോലെ ഇതിന് ആ കിഴങ്ങിന്റെ ഒരു ചെറിയ മധുരവും നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു പെപ്പർ പൗഡറിന്റെയും സോൾട്ടിന്റെയും ഒക്കെ ഒരു രുചിയും കൂടെ ആകുമ്പോൾ ഒരു സ്വീറ്റ് ആൻഡ് സോൾട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് ഈക്വൽ പീസസ് ആയിട്ട് ആദ്യം കട്ട് ചെയ്യുക. അതിനുശേഷം അത് ഏകദേശം ഒരേ കനത്തില് പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ പിന്നെയും സെയിം വലിപ്പത്തിൽ നീളത്തിലും കൂടി അരിഞ്ഞെടുക്കുക. ഇങ്ങനെ എല്ലാ പീസസും ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഞാനൊരല്പം കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. കോൺഫ്ലവർ കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ കോൺഫ്ലവർ ഇടുന്നുണ്ട് പുറമേ നിന്ന് ഇത്തിരി കൂടുതൽ ക്രിസ്പി ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് കോൺഫ്ലവർ ഇട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ ഈ ഫ്രൈസ് ഫുൾ ക്രിസ്പി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. എനിക്ക് ഉള്ളിൽ നിന്ന് ഒരല്പം സോഫ്റ്റ്നെസ് വേണ്ടതുകൊണ്ട് ഞാനൊരല്പം കട്ടിക്ക്, എന്നാൽ ഭയങ്കര കട്ടിയല്ല കേട്ടോ. അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കടായിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായ ശേഷം ഈ കോൺഫ്ലവറിൽ മിക്സ് ചെയ്തിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ പീസസ് എല്ലാം നമ്മൾ ആ എണ്ണയ്ക്കകത്തിട്ട് കൊടുക്കുന്നു. എണ്ണയ്ക്കകത്തിട്ട് കൊടുത്ത് ചെറിയ ചൂടോടെ നന്നായിട്ട് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒത്തിരി തീയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇപ്പം മുരിഞ്ഞ് കിട്ടിയാൽ അത് പെട്ടെന്ന് അങ്ങ് തണുത്തു. ചെറിയ തീയിൽ വറുത്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കുറെ സമയം ഇരിക്കാൻ സഹായിക്കും. ഇപ്പോൾ ഏകദേശം കളറൊക്കെ മാറി നന്നായിട്ട് നമ്മളൊന്ന് തട്ടി നോക്കുമ്പോൾ ഒരു സൗണ്ടൊക്കെ വരില്ല. ആ ഒരു പരുവാവുന്നിടം വരെ ഇത് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇന്ന് തട്ടുമ്പോൾ ഒരു ചെറിയ ഒരു ക്രിസ്പി സൗണ്ട് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ പതുക്കെ എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കുക. അങ്ങനെ കോരിയെടുത്ത ശേഷം ബാക്കി അരിഞ്ഞ പീസസും ഇതേപോലെ തന്നെ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുക. എടുത്ത ശേഷം ഇതിന്റെ പുറത്തേക്ക് ഒരല്പം കുരുമുളക് പൊടിയും ഒരല്പം ഉപ്പ് പൊടി കൂടി വെതറി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ സ്പൈസസ് ആണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ സാധാരണയായിട്ട് കുരുമുളക് പൊടിയും ഉപ്പും, ഇപ്പം മുളക് പൊടി ഇടേണ്ടവർക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പൊടികളിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസ് റെഡി ആയി കഴിയും. അപ്പോൾ ഒരു ചെറിയ മധുരവും ആ എരിവും ഉപ്പും എല്ലാം കൂടി ഒരു പ്രത്യേക രുചിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയുക. ഇഷ്ടമാവാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം.